ചാനൽ നിനീസ് ടേൽസ്. ഇത് നമുക്കൊരു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ രാവിലെ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണെന്ന് ചോദിച്ചാൽ ഇന്ന് ഹന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ പറയണം ഹന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ കണ്ട കോഴി കൂവുന്നേ ഉള്ളൂ, കോഴി കൂവുന്ന സൗണ്ട് കേൾക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ നേരെ ഇനി പള്ളിയിലോട്ടാണ് പോകുന്നത്. പള്ളിയിലോട്ട് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് ഉച്ചക്കൊക്കെ ആകുമ്പോഴായിരിക്കും കേട്ടോ കേക്ക് കട്ടിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വെള്ളം വേണ്ട കുഞ്ഞിന്? ഇതാണ് നമ്മുടെ മിയ. ഞാൻ ഇൻട്രോ പറയാൻ വേണ്ടിട്ട് നോക്കിയപ്പോൾ ആള് താഴോട്ട് പോകുന്നു അല്ലേ. ഞങ്ങള് പള്ളിയിൽ പോവാട്ടോ. ചെരുപ്പിടുന്നില്ല ഗൈസ്, ചെരുപ്പിടാൻ ഭയങ്കര മടി ഹന്നൂന്. ചെരുപ്പ് കയറ്റിയപ്പോൾ തന്നെ രാവിലെ കരച്ചിൽ തുടങ്ങി. ഉറങ്ങുവാനായിട്ട് ഞാൻ ചായ കുടിക്കുക. എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അമ്മച്ചി അപ്പനൊന്നും വന്നിട്ടില്ല, അവരൊക്കെ വരും, കുറച്ചു നേരം കഴിയുമ്പോൾ വരും. ഞാൻ തലേ ദിവസം തന്നെ പിന്നെ ഇവിടെ കുറ്റിയടിച്ച പോലെ ഉണ്ട്. എഴുന്നേറ്റാ എണീറ്റാ? ആ ഇതാണ് ബർത്ത്ഡേ. ഹലോ. അപ്പോൾ ഇതേ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. ഞാൻ ഇതേ വീണ്ടും ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളും കൂടി ഉണ്ട്. ഇപ്പോൾ ഡെക്കറേഷൻ വലുതായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ വെച്ചിട്ടുള്ള സംഭവം. ഞാൻ കണ്ടില്ല എന്താണ് ചെയ്യുന്നതെന്ന്. ഞങ്ങൾ ഇന്നലെ രാത്രി ചെയ്യാമെന്നാണ് ഓർത്തു, പക്ഷെ പിന്നെ ഓർത്തു രാവിലെ ചെയ്യാമെന്ന്. സമയമുണ്ടല്ലോ, അപ്പോൾ രാവിലെ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോൾ എല്ലാവരും വരത്തുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിനി താഴോട്ട് പോകും. താഴെ ചേച്ചിയും ഹന്നും എല്ലാവരും താഴത്താണ് കേട്ടോ. ഞാൻ മേളിലാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ, കഴിഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞായിരുന്നു എൻ്റെ ചാനലിന് നിനീസ് ടേൽസ് എന്നിടാനൊരു കാര്യമുണ്ടെന്ന്. അപ്പോൾ അതും കൂടി ഞാൻ പറയാം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഹന്നൂനെ ഞാൻ നിനിന്നാണ് എന്നെക്കൊണ്ട് വിളിപ്പിക്കുന്നത്. എൻ്റെ പേര് ശരിക്കും നിനി എന്നല്ല, പക്ഷെ എൻ്റെ പേര് രഹ്ന എന്നാണ്. അപ്പോൾ ഹന്നൂനെ ഞാൻ വിളിപ്പിക്കുന്നത് നിനി എന്ന് പറയുന്നത് ആൻറ്റി എന്നുള്ളതിൻ്റെ ഒരു ഫൺ നെയിമാണ്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ആദ്യം നിനി എന്നൊക്കെ വിളിച്ചപ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി, പക്ഷെ ഇപ്പോൾ എനിക്കതില്ലാണ്ട് പറ്റത്തില്ല. ഇപ്പം അത് നമുക്ക് എന്താ പറയുക, സ്യൂട്ടായി. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അപ്പോൾ ഇതിന് മുന്നേ എൻ്റെ ചാനലിൻ്റെ പേര് റിതം ഓഫ് ആർട്സ് എന്നായിരുന്നു. അപ്പോൾ വീണ്ടും ഹന്നു ജനിച്ചതിന് ശേഷമാണ് ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ചാനൽ ചത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞ പിന്നെ ഹന്നു അങ്ങനെയല്ലേ വിളിക്കണം, അപ്പോൾ നിനീസ് ടേൽസ് എന്ന് ഇടാമെന്നും പറഞ്ഞ് അങ്ങനെയാണ് ചാനലിന് നിനീസ് ടേൽസ് എന്ന് പേര് വന്നത് കേട്ടോ. ഇത് പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലല്ലോ, പിന്നെ നിങ്ങളാരും എന്നോട് ചോദിച്ചില്ല. അതിലെനിക്ക് ചെറിയൊരു വിഷമം ഇല്ലാണ്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അതാണ് കേട്ടോ ആ സംഭവം. ഇനി നമുക്ക് താഴോട്ട് പോകാം. താഴെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ കാണാവേ. ഹലോ ഇസു, എഴുന്നേറ്റാ? പപ്പം കഴിച്ചതേ? താനെന്തേനാണ് ഹന്നൂസേ? ഹന്നമ്മ എന്ത്? അതൊക്കെ പറഞ്ഞ് അതൊക്കെ സാധിച്ച്. താൻ രാവിലെ ഉറക്കമല്ലായിരുന്ന?
ഇൻട്രോ എടുക്കാൻ വന്ന് വിളിച്ചപ്പോൾ താൻ ഉറക്കല്ലായിരുന്നു. ആ ഡാൻസ് കളിക്കുമ്പോൾ വീഡിയോ എടുക്കാം, എല്ലാം സെറ്റാക്കാം. നമ്മൾ പിന്നെ അത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് സേമിയ പായസം രാവിലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും അല്ല കേട്ടോ ഈ ഫംഗ്ഷൻ നടത്തുന്നത്. കുഞ്ഞു ഫംഗ്ഷനാണ്. ചേട്ടക്ക് ഓൾറെഡി വരാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് വലിയ ഗ്രാൻഡ് ആക്കിയിട്ടില്ല കേട്ടോ. കണ്ട കൊമ്മള പോലെ ഇങ്ങനെ വരണം അല്ലേ? ഇപ്പം അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് ഭംഗിയായിട്ടിരിക്കണം. അങ്ങനെ ദേ അവിടെ അപ്പമൊക്കെ ചുട്ടോണ്ടിരിക്കുവാണേ. എൻ്റെ ഫോട്ടോ ആണോ? ഏടാ ഹന്നൂസിൻ്റെ ഫോട്ടോ. ഇതൊക്കെ തൂക്കണം അല്ലേ? നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എടുക്കാം കേട്ടാ. ഇതെല്ലാം വെച്ചോ. പിന്നെ ഇത് രാവിലത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ കഴിക്കാൻ ബ്രെഡും സ്റ്റൂ ആണ്. നല്ല സോഫ്റ്റ് ബ്രെഡും പിന്നെ നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ കഴിക്കാൻ. ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയായിരുന്നേ. നല്ല ചൂട് സ്റ്റൂവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ഈ ചിക്കനൊക്കെ നല്ല ചൂടായതുകൊണ്ട് എടുക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ അതേ അപ്പവും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു അപ്പവും കൂടി കഴിച്ചേ. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു കേട്ടോ. പിന്നെ അതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മച്ചി വന്നു കേട്ടോ. പിന്നെ ഞങ്ങളതേ വേഗം ഡെക്കറേറ്റ് ചെയ്യാൻ പോയി. മാക്സ്വെൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ദേ അവിടെ ഡെക്കറേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ദേ സേമിയയുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ ബലൂൺ കെട്ടാൻ നല്ല പാടായിരുന്നു കേട്ടോ. എനിക്ക് എത്ര നോക്കിയിട്ട് ഇത് കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ഞാൻ വിയർപ്പിച്ച് കൊടുക്കും. മാക്സ്വെല്ലോ അല്ലെങ്കിൽ ഡാഡയോ വന്നത് കെട്ടിത്തരും കേട്ടോ. ഇത് തന്നെയായിരുന്നു ഈ പണി. അങ്ങനെ ദേ പായസം റെഡിയായി. പിന്നെ എല്ലാവർക്കും ദേ പായസമൊക്കെ കൊടുത്തട്ടോ. പിന്നെ അതേ അങ്കിളും ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബോണിയപ്പയുടെ കൂടെ ആൾ നല്ല കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഞാനും പായസമൊക്കെ കുടിച്ചിട്ട് വേഗം റെഡിയാക്കാൻ പോയി കേട്ടോ. ഹലോ, അപ്പോഴേ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഗിഫ്റ്റ്, മിനീസ് ഗിഫ്റ്റ്. ഇവിടെ ഹന്നൂസിനെ ചിരിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും പാടുപെടും കേട്ടോ ഫോട്ടോ എടുക്കാൻ. ചേച്ചി എവിടെ? ഹാപ്പി ബർത്ത്ഡേ മൈ ഹന്നൂസ് ആൻഡ് മിയ ലവ്വന്ന പൊട്ടിച്ചിടാ നീ കണ്ടതാ മിയ ചേച്ചി ചെയ്ത് വെച്ചേക്കണ. നമ്മുടെ കഥാനായകനെ തിരികെ ഹന്നൂസ്. അത് ആരാണ്?
അപ്പൊ വാപ്പ അടുത്തോട്ട് അപ്പൊ പൊന്നെ വേറെ വിളിക്കാനുള്ള പോണം. അപ്പിച്ചേട്ടൻ തിരക്കിയായിരുന്നു. തിരക്കിയ മനസ്സ് സ്വർഗത്തിലെ പോലെ സങ്കീർത്തനം 23 കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടായിരിക്കുകയില്ല. സമൃദ്ധം. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ എന്തൊക്കെ സാധനം വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നു. കൊള്ളാം. അയ്യോ വേറെ സാധനം ഉണ്ട്. അല്ല ആച്ചോടാ. ആദ്യം അന്നു ജനിച്ച സമയത്തുണ്ടായിരുന്ന അന്നുന്റെ ബുക്കിൽ കൊടി, അന്നുന്റെ കയ്യിലെഴുതിയത് ബുക്കിൽ കൊടി, മറ്റേ കട്ട് ചെയ്ത ഇതെന്ത് സാധനമാണ്? ഡ്രസ്സിനകത്ത് അത് ഉടുപ്പ്. അതയാളുടെ ഉടുപ്പ. ഇഷ്ടപ്പെട്ട്. ഓ ഇത് കൊള്ളാല്ലേ, ഈ വെയിറ്റ്. അതാണ് താങ്കളുടെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചല്ലേടോ. ഇത് കണ്ട അതൊക്കെ ഞാൻ വെച്ച് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചേച്ച്. സമയം ജനിച്ച സമയം ഇത് വന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഉടുപ്പ് ഞാൻ പണ്ടെടുത്ത് വെച്ചായിരുന്നു. എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ചെയ്തു തന്നത് സീറോ റെസിംഗ് ക്രിയേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് എനിക്ക് അടിപൊളിയായിട്ട് ചെയ്തു തന്നെ കേട്ടോ. അപ്പോൾ സീറോ റെസിംഗ് ക്രിയേഷൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കണേ. താങ്ക് യു ഫർഹാന ഫോർ ദിസ് മെമ്മറബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. പിന്നെ അത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടോ. ബിരിയാണി ആയിരുന്നു നമുക്ക് കഴിക്കാൻ.
അപ്പൊ അതേ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഞങ്ങളെല്ലാരും തിരിച്ചു പോവാണ് അല്ലേ മിയ? അപ്പൊ നമ്മൾ എന്ത് പറയണം? ഒന്നും പറയണ്ട. ഡാൻസിന് അടുത്ത പ്രാവശ്യം ചെയ്യാം. ആൻറ്റിയൊക്കെ പോവാ. ഡാൻസ് നമുക്ക് അടുത്ത പ്രാവശ്യം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ പറ മിയ. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് പറയണം? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ സന്ധിക്കുമ്പോഴേക്കും വണക്കം.